എന്നെ വിദ്യയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ 5-6 മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ തയ്യാറായി. സ്വന്തം വീട്ടുമുറ്റത്ത് എന്നെ കൊച്ചുകുട്ടികളുടെ ഒപ്പം ഇരുത്തി എന്നെ എഴുതാൻ പഠിപ്പിച്ചു, വായിക്കാൻ പഠിപ്പിച്ചു, 4 പേരോട് സംസാരിക്കാനുള്ള ആത്മധൈര്യമുള്ളവനാക്കി തീർത്തു. ഇതിനൊക്കെ ഞാൻ ആ വ്യക്തിയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. കഥ ഇനിയും തീർന്നിട്ടില്ല. എനിക്ക് പിന്നാലെ എന്റെ പ്രിയ സുഹൃത്ത് അവിടെ പഠിക്കാനെത്തി. അവന് പിന്നാലെ പ്രായമായ കുറെ പേർ പഠിക്കാനെത്തി. ഇന്ന് ഈ മാർത്താണ്ഡപുരത്ത് അക്ഷരാഭ്യാസം ഇല്ലാത്തവരായി ആരുമില്ല. അതിന്റെ മഹത്വം വീട്ടുമുറ്റത്ത് നടത്തുന്ന ആ ട്യൂഷൻ സെന്റർ എന്ന് പറയാതെ വയ്യ. അതും 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് ഈ പുണ്യപ്രവൃത്തി ചെയ്യുന്നതെന്ന് ഓർക്കണം. ആദ്യകാലത്ത് അപമാനഭാരത്തോടെ പഠിക്കാൻ പോയിരുന്ന ഞാൻ ഇന്ന് അഭിമാനത്തോടെയാണ് പഠിക്കുന്നത്. എന്നെ പോലുള്ള എന്നേക്കാൾ പ്രായമുള്ള സ്ത്രീ പുരുഷന്മാർക്കിടയിൽ നിന്ന് പഠനം തുടരാൻ ഇന്ന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞത് എന്റെ മുന്നിലിരിക്കുന്ന കൊച്ചു കൂട്ടുകാർക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ കൂടിയാ. അക്ഷരങ്ങളെ പ്രണയിക്കാൻ കിട്ടുന്ന ഈ വിദ്യാഭ്യാസ കാലമാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുക. വളരെ വൈകി അത് തിരിച്ചറിഞ്ഞ ഒരാളുടെ ഉപദേശമായി ഇതിനെ കണ്ടാൽ മതി. ഇനി കൈമൾ മാഷ് എന്നെ ഏൽപ്പിച്ച ചുമതലയിലേക്ക് കിടക്കട്ടെ. നമ്മുടെ മുഖ്യാതിഥിയെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. മലയാള സിനിമയിലെ നിറസാന്നിധ്യമായി ചിരിപ്പൂരം തീർത്ത നമ്മൾ കേരളീയരെ എല്ലാവരും രസിപ്പിച്ച ഹരിശ്രീ അശോകൻ സാറിന് നമുക്ക് വിശിഷ്ട അതിഥിയെ കിട്ടിയത് ഒരു ഭാഗ്യമാണ്. മാർത്താണ്ഡപുരത്തെ സാധാരണക്കാർക്കിടയിൽ നിന്ന് ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണത്തിനായി തികച്ചും ജനകീയനായ ഒരു അഭിനേതാവിന് ലഭിച്ചത് നമ്മുടെ ഈ ചടങ്ങിന്റെ പകിട്ട് കൂട്ടുന്നു. അതുല്യനായ ആ അഭിനേതാവിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷനാകണമെന്ന് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചെത്തിയ നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനിൽ തെക്കേത്തറയെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ ചടങ്ങിന്റെ സാമൂഹ്യ പ്രസക്തി തിരിച്ചറിഞ്ഞ് അതിൽ പങ്കെടുക്കാനെത്തിയ സദസ്യരായ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സമയം ഞാൻ ഏറെ അപഹരിച്ചില്ലെന്ന് കരുതട്ടെ. നന്ദി, നമസ്കാരം. അടുത്തത് അധ്യക്ഷ പ്രസംഗമായിരുന്നെങ്കിലും നമ്മുടെ വിശിഷ്ടാതിഥിക്ക് പോകാൻ തിരക്കുള്ളതിനാൽ അദ്ദേഹത്തെ ഞാൻ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് മാർത്താണ്ഡപുരത്ത് വരുന്നത്. വളരെ ഭംഗിയുള്ള നാടാണ് നിങ്ങളെപ്പോലെ. ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിലേറെ സന്തോഷമുണ്ട്. പണം ആർക്കും ഉണ്ടാകും, എന്തിനു വേണ്ടി ചെലവാക്കുന്നു എന്നതാണ്. ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പണം ചെലവാക്കിയ വീരഭദ്രന്റെ കൂടെ വേദി പങ്കിട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ദേവഭദ്രൻ പറഞ്ഞ കാര്യം എന്റെ മുന്നിലിരിക്കുന്ന കൊച്ചു സുന്ദരികളോടും സുന്ദരന്മാരോടും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. പഠനത്തിന് പ്രായമില്ല, എല്ലാ കാലവും സുവർണകാലമാണ്. ഭാവിയിൽ നിങ്ങൾ ആരാകണമെന്നത് നിങ്ങളുടെ തീരുമാനമാണ്. ഒരു സിനിമയുടെ സസ്പെൻസ് നിലനിർത്തുന്നത് പോലെ ഈ ഗ്രാമത്തിലെ വീട്ടുമുറ്റത്തിരുത്തി അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആ ഗുരു ആരാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അതാരായാലും ഈ സമൂഹത്തിന്റെ അഭിനന്ദനം അർഹിക്കും.
എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സ്കോളർഷിപ്പ് ലഭിച്ച എല്ലാ കുട്ടികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇനി സ്കോളർഷിപ്പ് വിതരണമാണ്. ഈ പഞ്ചായത്തിൽ നിന്നും ഈ വർഷം SSLCക്കും +2-വിനും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ്. ഒരു സ്വർണ്ണ മെഡലും 5001 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റുമാണ് ഇവിടെ വെച്ച് നൽകുന്നത്. ഒരു സ്വർണ്ണ മെഡലും 5001 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റുമാണ് ഇവിടെ വെച്ച് നൽകുന്നത്. ഇതിനു പുറമെ ഈ വിദ്യാർത്ഥികൾക്ക് അടുത്ത ഒരു വർഷത്തേക്കുള്ള എല്ലാ പഠന ചെലവുകളും ഭാരതിയമ്മ ഫൗണ്ടേഷൻ നൽകുന്നതാണ്. പേര് വിളിക്കുന്ന കുട്ടികൾ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ആദ്യം വിളിക്കുന്നത് SSLC വിഭാഗം ആശലത PK, അടുത്തത് രേഷ്മ PR. ഇനി +2 വിഭാഗത്തിൻ്റെതാണ് സ്വാതി ശേഖരൻ, റോസ്മേരി, നമ്മുടെ വീരഭദ്രൻ സാർ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. നമ്മുടെ വിശിഷ്ടാതിഥിക്ക് പോകാൻ തിടുക്കമുള്ളതുകൊണ്ട് പരിപാടി അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. 18 വർഷങ്ങൾക്ക് മുമ്പാണ് എന്റെ ഭാര്യ ഭാരതി എന്നെ വിട്ടു പിരിഞ്ഞത്. അതിനുശേഷം ഏറെ വർഷം കഴിഞ്ഞ ഇങ്ങനൊരു സ്കോളർഷിപ്പ് ഏർപ്പാടാക്കിയത്. ഈ പഞ്ചായത്തിൽ നിന്നുള്ള പഠിക്കാൻ കഴിവുള്ള മികച്ച വിദ്യാർത്ഥികൾക്ക് സഹായധനം നൽകുക, പ്രചോദനമേകുക എന്നതായിരുന്നു ഉദ്ദേശം. പക്ഷേ അല്പം മുമ്പ് എന്റെ മകൻ ഇവിടെ വന്ന് സംസാരിച്ചതു മുതൽ ഞാനൊരു വീണ്ടും വിചാരത്തിലാണ്. ദേവൻ അവന്റെ അനുഭവം ഹൃദയത്തിന്റെ ഭാഷയിൽ ഇവിടെ അവതരിപ്പിച്ചു. അവന്റെ വളർച്ചയും മാറ്റവും കണ്ട് ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. ഇപ്പോഴെനിക്ക് മനസ്സിലായി, ഒരു നല്ല വിദ്യാർത്ഥിയുടെ മുമ്പിൽ ഒരു നല്ല ടീച്ചറും ഉണ്ടാകുമെന്ന്. ടീച്ചർമാരെ ആദരിക്കാതെ വിദ്യാർത്ഥികളെ മാത്രം ആദരിക്കുന്നത് അനീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ വർഷം മുതൽ ടീച്ചർമാർക്കും ഞാൻ അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. ദേവന്റെ അനുഭവ വിവരണത്തിൽ നിന്ന് ദേവനെ പഠിപ്പിച്ച ടീച്ചറേക്കാൾ നല്ലൊരാളെ ഈ അവാർഡ് നൽകാനായി നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ശരിയാണ്, ഞാനും അതിനെ അനുകൂലിക്കുന്നു. ദേവഭദ്രൻ ദയവായി സ്റ്റേജിലേക്കൊന്ന് വരണം. ദേവഭദ്രനെ പഠിപ്പിച്ച് ഈ നിലയിലെത്തിച്ച ഗുരുവിന്റെ പേര് ഇതുവരെ പറഞ്ഞില്ല. ഇനി പറഞ്ഞൂടെ? മടിക്കണ്ട, പറഞ്ഞോളൂ. ടീച്ചർ. ടീച്ചറിന്റെ പേര് പറ. പേര് പറ, ഞാൻ വിളിക്കാം. അല്ലി. ഞാൻ വിളിക്കാം. അല്ലി ടീച്ചർ ദയവായി സ്റ്റേജിലേക്ക് വരണം. വിളിക്കുന്നു. ഇങ്ങ് വരൂ. നമസ്കാരം. അശോക, ഇത് ടീച്ചറിന് കൊടുക്കാനുള്ള സമ്മാനമാണ്. എന്താ ഇത്? ഗോൾഡ് കോയിനാ. 5 ഗോൾഡ് കോയിൻ. ഈ സമ്മാനം നൽകാൻ എന്നേക്കാൾ യോഗ്യൻ ദേവഭദ്രനാണ്. ഗുരുവിന് ശിഷ്യൻ തന്നെ അവാർഡ് സമ്മാനിക്കട്ടെ. ഇതാ, കൊടുത്തോളൂ. കൊടുത്തോളൂ.
ടീച്ചർ 2 വാക്ക് കുട്ടികളോട്. നമസ്കാരം. ടീച്ചിങ് പ്രൊഫഷൻ ഞാൻ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തതാ. ആദ്യം അറിവ് നേടുക, ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അങ്ങനെ ഒരു ഉദ്ദേശമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. മരിക്കുന്നത് വരെ അത് ചെയ്യണമെന്നാണ് ആഗ്രഹം. എല്ലാവർക്കും എന്റെ നന്ദി. ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഞാൻ മുങ്ങാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്നെ തിരികെ കൊണ്ടുവന്ന് ടീച്ചർ പറയായിരുന്നു, മകൻ പഠിച്ച് വലിയ നിലയെത്തുന്നത് സ്വർഗത്തിലിരുന്ന് ആ അമ്മ കണ്ട് സന്തോഷിക്കട്ടെ എന്ന്. ആ ഒറ്റ ചിന്തയെ എന്നെ ഈ സ്റ്റേജിൽ എത്തിച്ചത്. എൻ്റെ അമ്മ സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും അല്ല ടീച്ചറെ? ഹലോ, ഇന്നലെ എന്ത് പണിയാ കാണിച്ചത്? ഞാനെന്താ ചെയ്തേ? ശരിക്കും എന്നെ കറിയിച്ചോട്ടോ. എന്തുപറ്റി? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ആഹാ, ഒന്നും ചെയ്തില്ലേ? ഇന്നലെ സ്റ്റേജിൽ കയറി നിന്നോണ്ട് എന്തൊക്കെയാ പറഞ്ഞത്? ഓഹോ, അതാണോ കാര്യം? സ്വാഗത പ്രസംഗം എങ്ങനെയാ പറയണ്ടേന്നല്ലേ ഞാൻ പഠിപ്പിച്ചു വിട്ടത്. എന്നിട്ട് പറഞ്ഞതോ പഠിപ്പിച്ചു വിട്ടതിൽ പകുതിയും പറഞ്ഞുമില്ല. പഠിപ്പിക്കാത്തത് പലതും അവിടെ പറയുകയും ചെയ്തു. ഞാനോട് പറഞ്ഞൊക്കെ സത്യമല്ലേ? പിന്നെന്താ? എന്തെങ്കിലും ഒരിക്കല് ഈ ലോകത്തോട് വിളിച്ചു പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അതൊക്കെ. ഒരവസരം കിട്ടിയപ്പോ ഞാനങ്ങ് പറഞ്ഞു. എന്തിന് എന്നെ കുറിച്ച് പറഞ്ഞത്? ടീച്ചറെ കുറിച്ച് പറയാതെ എങ്ങനെയാ എന്റെ കഥ പൂർണ്ണമാവുന്നത്? വേറൊരു തരത്തിൽ പറഞ്ഞ ടീച്ചർ ഇല്ലെങ്കിൽ ഞാനുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു ഞാൻ സ്റ്റേജിൽ കയറിയപ്പോ? ഇത്രയും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. മുക്കിയും മൂളിയും 4-5 വാക്ക് പറഞ്ഞേക്കുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ സംഭവിച്ചത് ഒരത്ഭുതം. ഇത്രയും ഭംഗിയായി സാറ് പ്രസംഗിക്കുമെന്ന് സ്വപ്നത്തിൽ കൂടെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനും ടീച്ചറിനോട് ഞാൻ നന്ദി പറയാം. അതെന്തിനാ? ഞാൻ പഠിപ്പിച്ചതൊന്നും അല്ലല്ലോ അവിടെ പറഞ്ഞത്. പിന്നെ എന്നോട് എന്തിനാ ഇങ്ങനെ നന്ദി പറയുന്നേ? ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങളെടുത്ത് വായിക്കണമെന്ന് ടീച്ചർ പറഞ്ഞില്ലായിരുന്നു? അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളെടുത്ത് ഞാൻ വായിച്ചു. അതുകൊണ്ടാ തെറ്റാതെ വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ എനിക്ക് പറ്റിയത്. ഞാൻ പറഞ്ഞൊക്കെ കേൾവിക്കാരുടെ മനസ്സിലെത്തിയത്. എന്നെ വായിക്കാൻ പ്രേരിപ്പിച്ച ടീച്ചർക്കല്ലാതെ വേറെ ആർക്കാ ഞാൻ നന്ദി പറയേണ്ടത്? അത് ശരി. അപ്പോ എന്നോട് പിണങ്ങി ട്യൂഷന് വരാതിരിക്കുമ്പോഴും വായന മുറയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു അല്ലേ? സാറിന്റെ പ്രസംഗം കേട്ട് ഞാൻ കരഞ്ഞു എന്നുള്ളത് സത്യം. അത് സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാ. എന്തായാലും എന്താ, ടീച്ചർക്ക് കോളടിച്ചില്ലേ? 5 പവനല്ലേ ചുമ്മാ കയ്യിലോട്ട് വന്ന് വീണത്? അത് കിട്ടാനൊന്നും അല്ലല്ലോ ഞാൻ നിങ്ങൾക്കൊക്കെ ട്യൂഷൻ എടുക്കുന്നത്. അറിവെന്നത് ദൈവിക സിദ്ധിയാ. അത് നേടാൻ നിങ്ങളെ സഹായിച്ചു എന്നതല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? കൊടുങ്കാട്ടില് കുറ്റാക്കൂറ്റിലിട്ടത് ഒരാൾ വഴിതെറ്റി അലയാന്ന് കരുതുക. എങ്ങോട്ട് പോണെന്നറിയാതെ അയാൾ വിഷമിച്ചിരിക്കുമ്പോ വിളക്കുമായിട്ടൊരാൾ അവിടെ എത്തി. വഴിതെറ്റി അലഞ്ഞ ആളെ സുരക്ഷിതമായിട്ട് ലക്ഷ്യത്തിലെത്തിച്ചു. അയാൾ ആർക്കാ നന്ദി പറയണ്ടേ? വിളക്കിനോ അതോ വിളക്ക് കൊണ്ടുവന്ന ആൾക്കോ? ഓ, ഒരു വലിയ മിടുക്കൻ. ഞാൻ പോവാ. മിടുക്കനാ കേട്ടോ. എന്നെ ഇനി ഇംഗ്ലീഷ് പഠിപ്പിക്കണം. എന്നിട്ട് എന്തിനാ അതിന്റെ പേരിൽ എന്നെ പിന്നെ സ്റ്റേജിൽ കയറ്റാനോ? ഒന്ന് കേറിയാലെന്താ? 5 പവനല്ലേ കിട്ടിയത്? എനിക്ക് വേണ്ട, സാർ എടുത്തോ, ഞാൻ തന്നേക്കാം. അതൊക്കെ അവകാശപ്പെട്ടവരുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാന്ന് പറ. പറ്റില്ല. ഞാൻ വരും. വരണ്ട. ഞാൻ വരും. വരണ്ട. ഞാൻ വരും. വരണ്ട.
വരുന്നേ വരണ്ട ഞാൻ വരും പറഞ്ഞാ വരും വരണ്ടെന്ന്. വരും വരും പറഞ്ഞാൽ തീർച്ചയായിട്ടും വരും വരണ്ട ആഹാ എന്നാ വരും വരണ്ട വരും 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 വരണ്ടെന്ന്. വരുന്നേ രണ്ട് യുവമിഥുനങ്ങൾ പ്രേമിച്ച് രസിക്കുന്നതിന്റെ ഉറപ്പായിട്ടും വരും. ശബ്ദകോലാഹലങ്ങളായിരിക്കും. വരണ്ട. ഞാൻ വരും വന്നോളൂ, പഠിപ്പിക്കാം. ശരി വരാം. ദേവഭദ്രൻ 27 പൈസ പുണർദം നക്ഷത്രം വെച്ചോളൂ. ആയമേ, ടീച്ചറോ? ടീച്ചർ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഞാൻ പുറകിലുണ്ടായിരുന്നു. പോകാനുള്ള തിടുക്കം കൊണ്ട് ഞാൻ പുറകിലോട്ടൊന്നും ശ്രദ്ധിച്ചതേയില്ല. ആയമ പൊതുവെ അമ്പലത്തിലൊന്നും വരാറില്ലല്ലോ, ഇന്നത്തെ പതിവില്ലാതെ. ഇന്നൊരു വിശേഷമുണ്ട്. അതെന്താ? ആയമയുടെ പിറന്നാളോ മറ്റോ ആണോ? പിറന്നാളാണ്, പക്ഷെ എന്റെ അല്ല, ദേവൻകുഞ്ഞിന്റെയാ. അതെയോ? നാള് വെച്ച് ഇന്നാ പിറന്നാള്, ഡേറ്റ് വെച്ചാണെങ്കിൽ നാളെയും. അപ്പോ വലിയ ആഘോഷമായിരിക്കല്ലോ വീട്ടിലെ. മൂത്തയാളുടെ പിറന്നാളല്ലേ? അങ്ങനൊരു ആഘോഷം കണ്ടിട്ട് കാലങ്ങളായി മോളെ. അവന്റെ അമ്മ മരിച്ചതിന് ശേഷം ഇന്ന് വരെ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല. അതെന്താ? അതൊന്നും അവന് ഇഷ്ടമല്ല. ആദ്യകാലത്ത് പിറന്നാൾ ആഘോഷത്തെ പറ്റി പറയുമ്പോഴേ അവൻ പിണങ്ങുമായിരുന്നു. എന്റെ കൂടെയോ അങ്ങുന്നന്റെ കൂടെയോ അമ്പലത്തിലൊന്ന് പോകും. വലുതായി കഴിഞ്ഞപ്പോ ആ പതിവ് നിർത്തി. എന്നാണ് സ്വന്തം പിറന്നാളെന്ന് പോലും അവൻ മറന്നുപോയി. എന്നാലും പിറന്നാളൊക്കെ ആഘോഷിക്കാനും സന്തോഷിക്കാനും ഉള്ളതല്ലേ ആയമേ? അതൊക്കെ വേണ്ടാന്ന് വെക്കുന്നത് എന്തിനാ? നമ്മൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലല്ലോ, അവൻ അതിൽ താല്പര്യമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? താല്പര്യമില്ലെങ്കിലും നമ്മൾ നിർബന്ധിച്ച് താല്പര്യം ഉണ്ടാക്കണം. ആയമ ദേവൻ സാറിനെ ട്യൂഷൻ എന്റെ അടുത്ത് കൊണ്ടുവന്നത് സാറിന്റെ താല്പര്യത്തോടെ ആയിരുന്നോ? അല്ലല്ലോ. അതുപോലെ തന്നെ ഇതും. ഇങ്ങനെ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്ന സ്വഭാവം മാറ്റിയെടുക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആയമ എന്റെ കൂടെ നിൽക്കാമോ? ദേവൻ കുഞ്ഞിന്റെ എന്ത് കാര്യത്തിലും ഞാൻ ടീച്ചറിന്റെ കൂടെ ഉണ്ടാവും. എന്ത് വേണം പറഞ്ഞോ? നാളെ ഒരു ഗംഭീര പരിപാടി അറേഞ്ച് ചെയ്യണം. അധികം ആൾക്കാരൊന്നും വേണ്ട. ദേവൻ സാറ് ഒരു കാരണവശാലും അറിയരുത്. അത് ഞാൻ ഏറ്റു. എങ്ങനെ വേണോന്ന് ടീച്ചർ പറഞ്ഞാ മതി. വാ പറയാം. അമ്മേ, എനിക്കൊന്ന് പുറത്തു പോണം. എന്ത്? എനിക്കൊന്ന് പുറത്തു പോണോന്ന്. എന്തൊന്നടി? എന്ത് പണിയാ നീ കാണിച്ചത്? പിന്നല്ലാതെ ഇതിങ്ങനെ കരകര ശബ്ദം ഉണ്ടാക്കുമ്പോ പറയുന്നത് വല്ലതും ചെവി കേറും. ചെവിയിലോട്ട് കേറ്റാനിരുന്നാലേ ഉച്ചയാവുമ്പം വയലോട്ടൊന്നും പോവില്ല. ഓർത്തോ? ആ, എന്താ നീ പറഞ്ഞേ? ഞാനൊന്ന് പുറത്തു പോവാന്ന്. അമ്പലത്തിലോട്ടാണെന്ന് പറഞ്ഞു പോയിട്ട് നീ ഇപ്പൊ ഇങ്ങോട്ട് കേറി വന്നല്ലേ ഉള്ളൂ. ഇനി നീ എവിടെയാ പോന്നേ? ഞാനും സുനന്ദയും കൂടെ ഒന്ന് ടൗണിൽ പോവാ. നിങ്ങക്ക് രണ്ടുപേർക്ക് ഇത് തന്നെയാണോ തൊഴില്? ടൗണിൽ പോയി അവിടെ കുറെ കടകളിൽ കേറി ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഉറക്കം വരില്ലല്ലേ? അത് ഒരു ആവശ്യത്തിനല്ലേ അമ്മേ പോകുന്നേ? ആവശ്യത്തിന് ഒരു കുറവുമില്ല. ആട്ടെ, ഇന്നെന്താ പുതിയ ആവശ്യം? അത് പിന്നെ സ്കൂളിലെ ടീച്ചർമാരിൽ ഒരാളുടെ കല്യാണ നിശ്ചയ നാളെ. അതിന് ഞാനും സുനന്ദയും ചെല്ലാന്ന് ഉറപ്പ് കൊടുത്തതാ. വേറെ ടീച്ചർമാരും ഉണ്ട്. നിശ്ചയം നാളെയല്ലേ? ഇന്നത്തെ ആവശ്യം എന്താണെന്നാ ഞാൻ ചോദിച്ചേ. അത് അമ്മേ ഞാൻ പറഞ്ഞു വരുന്നേ. ഒന്ന് വേഗം പറ. ദേ, എനിക്കിവിടെ അടുക്കളയിൽ 100 കൂട്ടം പണി കിടക്കുന്നു.
അവൾക്ക് എന്തെങ്കിലും സമ്മാനം വാങ്ങിച്ചു കൊടുക്കണ്ടേ? അതിനുള്ള പണം എല്ലാവരും കൂടെ പിരിച്ചെടുത്ത് സുനന്ദയെ ഏൽപ്പിച്ചിരിക്കുക. സമ്മാനം വാങ്ങണം, അതിനാ ഞങ്ങള് പോകുന്നേ. ഇതിപ്പോ പലർക്കായല്ലോ പിരിവിടലും സമ്മാനം കൊടുക്കലും ഒക്കെ. ഇതിനൊരു അവസാനമൊന്നുമില്ലേ? ഇതൊക്കെ ഇവിടുത്തെ അലമാരയിലോട്ട് തിരിച്ചു വരാൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ലേ അമ്മേ? എന്റെ കല്യാണത്തിന് അമ്മ കണ്ടോ, ഒരു മുറി നിറച്ച് സമ്മാനങ്ങളായിരിക്കും. അയ്യോ, ഇതറിഞ്ഞിരുന്നെങ്കിലേ കുറച്ചുകൂടി വലിയൊരു വീട് വാടകയ്ക്കെടുക്കായിരുന്നു. അമ്മ കളിയാക്കൊന്നും വേണ്ട, നടക്കാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞത്. സമ്മാനമൊന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല. കല്യാണക്കാരി നിന്റെ വായിന്നൊന്ന് കേട്ടല്ലോ, അത്രയും സമാധാനം. ഞാൻ പോവാണേ. ദേ, അധികം വൈകാതെ തിരിച്ചു വന്നേക്കണേ. ആ ശരി ശരി. വേറെ ആരും വന്നില്ല അമ്മേ? ഉണ്ട്, നേരെ പുറകുവശത്തേക്ക് പൊയ്ക്കോ, കണ്ണം കാണണ്ട. ദേവേണ്ണ എന്തെടുക്കുവാ? ഒരുങ്ങ തോട്ടത്തിലേക്ക് വരാൻ. അപ്പൊ ഇന്ന് പിറന്നാളാന്ന് അണ്ണൻ അറിയില്ലേ? ഏയ്, എങ്ങനെ അറിയാനാ? എല്ലാ കൊല്ലം ഞാൻ ഓർമ്മിപ്പിക്കാറ് പതിവ്. ഇക്കൊല്ലം ഞാൻ മിണ്ടിയിട്ടില്ല. അതുകൊള്ളാം.